ഒരു പാത്രം നിറയെ വെള്ളവുമായിട്ട് പോയി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അസ്വദ് വന്നു. അസ്വദ് വരുമ്പോ തന്നെ ആള് പറഞ്ഞു, എന്താ നിങ്ങൾക്ക് മാത്രം ഒരു വെള്ളം? അത് വെള്ളം എടുക്കാനല്ല, പിന്നെ അത് പഴയ ആ കിബിറിന്റെ വേറൊരു പതിപ്പാണ്. അബൂജഹലല്ലേ ഈ കിബിറുമായിട്ട് അവർ എത്തിച്ചത്. ആ കിബിറിന്റെ വേറൊരു കിബിർ, എന്താ നിങ്ങൾക്ക് മാത്രമേ വെള്ളം? അങ്ങനെ ആവശ്യമില്ലല്ലോ, വെള്ളം എടുക്കണമെങ്കിൽ വെള്ളം എടുത്തു പോയാ പോരെ. വെള്ളം വേണം, വെള്ളം വേണ്ട, നിങ്ങൾക്ക് മാത്രം വെള്ളം ഉണ്ടാവാൻ പറ്റില്ല. അപ്പൊ എന്തിനാ പൊളിക്കാനാ വരുന്നത്? നിങ്ങൾക്ക് മാത്രം ഒരു വെള്ളം ശരിയാകൂല. അള്ളാഹു നൽകിയ വെള്ളം കെട്ടി നിർത്തിയതാണ്. അത് എടുക്കാൻ വേണ്ടി വന്നപ്പോ എടുത്തു പോയിക്കോട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യഘട്ടത്തിൽ സമ്മതിച്ചു. ഇവിടെ അസ്വദ് വന്നിരിക്കുന്നത് വെള്ളത്തിന്റെ ടാങ്ക് പൊളിക്കാനാണ്. അവിടെയാണ് ഹംസ റളിയല്ലാഹു അൻഹു നേരെ ഇങ്ങോട്ട് ഒറ്റ ചാട്ടമിറങ്ങി. ഹംസ റളിയല്ലാഹു അൻഹു അസ്വദിനൊരു വെട്ടി. ആ ടാങ്കിന്റെ കുളത്തിന്റെ ഭാഗത്ത് തന്നെ അവനങ്ങ് വീണു. പക്ഷെ ആ വീണ വീഴ്ചയില് ഒരു കല്ലിനോട് അടുത്തിട്ടുണ്ടായിരുന്നു അവരെ കാലിന്റെ ഭാഗം. അസ്വദ് ആ കാല് പതുക്കെ ഉന്തി നീക്കിയിട്ട് ഒരു കല്ല് അതിൽ നിന്ന് അടർത്തു മാറ്റി. ലാസ്റ്റ് ഘട്ടത്തിൽ സക്കറാത്തിന്റെ ഹാലില് ലക്ഷ്യം സാധിക്കാൻ വേണ്ടി ഒരു കാലൊന്നും അങ്ങോട്ട് ഉന്തി തള്ളി നീക്കി. അപ്പൊ ഇങ്ങനെ വെച്ച ആ കല്ല് ഒന്നിങ്ങനെ മാറിയിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഇങ്ങനെ പോയി. പൊളിഞ്ഞ ചെറിയൊരു ഭാഗം. വെള്ളം എടുക്കാൻ വേണ്ടി വന്നതല്ല, വെള്ളം നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അത് അക്രമമാണ്. ആ അക്രമത്തിനാണ് ഈ പ്രതിരോധം. അത് തൊട്ടു മുമ്പ് വെള്ളം എടുക്കാൻ വേണ്ടി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം എടുക്കാനാ വന്നത്, തടയാൻ പാടില്ല. ഇസ്ലാമിന്റെ സന്ദേശം അങ്ങനെയാണ്. അസ്വദ് അവിടെ അങ്ങോട്ട് വീണ് പടഞ്ഞ് പണിയായപ്പോഴേക്ക് ക്യാപ്റ്റനായ ശൈത്താനെ വിളിച്ചു പറഞ്ഞു, എന്ത് നോക്കി നിൽക്ക? നിങ്ങളെ കൂട്ടത്തിൽ നല്ല ധീരനായ ഒരു പുരുഷനതാ അവിടെ കിടന്ന് പടഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്തു നോക്കി നിൽക്കുകയാണ്? അപ്പോഴാണ് അവരെ ടെന്റിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് വരുന്നു മൂന്നാളുകൾ, സഹോദരങ്ങളെ, ഉത്ബയും ഷൈബയും വലീദും. അവരും നല്ലോണം പരിചയമുള്ള പടനായകന്മാര് തന്നെയാണ്. മൂന്ന് പേരും മുന്നോട്ടങ്ങ് വന്നു നിന്നപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം പക്ഷത്തിൽ നിന്ന്, സ്വഹാബിമാരുടെ പക്ഷത്തിൽ നിന്ന് ആരെയും തങ്ങൾ മുന്നോട്ട് നയിച്ചിട്ടില്ല. പക്ഷേ നേരെ മുന്നോട്ടിറങ്ങിയത് അൻസാറുകളാണ്. അവരുടെ ഈമാന് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളല്ല, തങ്ങൾ വിളിക്കുന്ന ആരെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് എഴുതി മാറി നിന്നില്ല. ഞങ്ങൾ തങ്ങളോടൊപ്പം ചെറുത്തു നിൽപ്പിന് റെഡിയാണെന്ന് പറഞ്ഞല്ലോ, അത് വെറും വാക്കല്ല. മൂന്ന് അൻസാറുകളായ സഹാബിമാര് മുന്നോട്ട് നിന്നു. ഉത്ബയും ഷൈബയും വലീദും ചോദിച്ചു, നിങ്ങളാരാണ്? ഞങ്ങൾ മദീനക്കാരാണ്. നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ നാട്ടുകാര് വരട്ടെ. മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം, മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാ. മുഹാജിറുകൾ വരട്ടെ എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖും യാ ഉബൈദ, ഉബൈദത്ത് ബിനുൽ ഹാരിസ് തങ്ങളെ എഴുന്നേൽക്കൂ. ഖും യാ ഹംസ, ഹംസ തങ്ങളെ എഴുന്നേൽക്കൂ. ഖും യാ അലി, അലിയാർ തങ്ങളെ എഴുന്നേൽക്കൂ. പേരും അതാ എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഭക്ഷണം കഴിച്ച് നല്ല ഒട്ടകത്തിന്റെ ഇറച്ചിയും തിന്ന് സായുധരായ മൂന്നാളുകളാണ് അപ്പുറത്തുള്ളത്. ഒരായുധവും കയ്യിലേന്താത്ത മൂന്ന് സ്വഹാബിമാരാണ് ഇപ്പുറത്തുള്ളത്. അള്ളാഹുവിന്റെ സഹായമുണ്ടായാൽ അവിടെ ആയുധങ്ങൾ വേണ്ട, പീരങ്കികൾ വേണ്ട, ബോംബുകൾ വേണ്ട, തോക്കുകൾ വേണ്ട. റബ്ബ് തആല അവരോട് പറഞ്ഞത് എന്താണെന്നറിയോ? അന്നീ മഅകും, അന്നീ മഅകും, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, എന്റെ സഹായം സദാ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പേടി വേണ്ട. സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ പേടിയിട്ട് കൊടുക്കും. നിങ്ങൾ ഒരു നിലക്കും പേടിക്കേണ്ടതില്ല. അന്നീ മഅകും, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഫസബ്ബിതുൽ അഖ്ദാം, പതറാത്ത പാദത്തോടെ, ചിതറാത്ത ചിത്തത്തോടെ നല്ല സധൈര്യം മുന്നോട്ട് നീങ്ങിക്കോളൂ. ഒരു ഭാഗത്ത് സായുധർ,
മറ്റൊരു ഭാഗത്ത് നിരായുധർ. പക്ഷെ ഈമാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മതി സഹോദരങ്ങളെ. അത് മാത്രല്ല, ചരിത്രത്തിൽ ധാരാളമുണ്ട്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഖാദിസിയയിൽ ശത്രുക്കൾക്കെതിരെ പോരാടാൻ വേണ്ടി പോയപ്പോ അപ്പുറത്ത് ശത്രുക്കളുണ്ട്, ഇപ്പുറത്ത് മുസ്ലിങ്ങള്, നടുവിലൊരു മഹാസമുദ്രമുണ്ട്. ഈ മഹാസമുദ്രം നീന്തി കടന്നു വേണം അപ്പുറത്തേക്ക് പോകാൻ. ഖാദിസിയയിലേക്ക് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ പോകുന്ന സ്വഹാബിമാരോട് സഅദ് റളിയല്ലാഹു അൻഹു നേരെ കടൽ തീരത്തെത്തിയപ്പോ ചോദിച്ചു, പേടിണ്ടോന്ന് വെച്ചു. എന്ത് പേടി? അവർക്ക് പേടിയൊന്നുമില്ല എന്നാണ്. പേടില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാനൊരു ദിക്റങ്ങ് ചൊല്ലിത്തരാം, അത് ചൊല്ലിയിട്ട് നിങ്ങളോട് വന്നാൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നമ്മൾ തിരിഞ്ഞു നോക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വഭാവമായി മാറിയിട്ടുണ്ട് അല്ലേ? അതൊരു വലിയൊരു കേടാ. ഏത് നിസ്കാരം കഴിഞ്ഞാലും നമ്മളൊക്കെ തിരിഞ്ഞു നോക്കും. അത് വലിയൊരു മോശമാണ്. നമ്മളത് ശീലം മാറ്റം. ഏതെങ്കിലും ഒരാളുള്ള ഇഖ്ലാസ് കെട്ടിക്കൂട്ടി നിസ്കരിക്കുന്ന നിസ്കാരം കൂടി സ്വീപ്പായി പോകും. 2500 ആൾക്കാർ ഒന്നായിട്ട് ഒരാളെ നോക്കിയാൽ പേടിച്ചൂലാകെ. പഠിച്ചോൻ പള്ളിയിൽ എന്തെങ്ങനെ എല്ലാവരും എന്നെ നോക്കുന്നു, ഇനി മേലാൽ പള്ളിയിൽ നിസ്കരിക്കാൻ കയറൂല എന്ന് തീരുമാനിക്കും. എല്ലാവരും തിരിഞ്ഞു നോക്കിയാല് നിസ്കാരം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ആരെങ്കിലും ഒക്കെ നോക്കാനുണ്ടെങ്കിൽ നിൽക്കുന്ന ഒരാളെ പേടിപ്പിക്കണ്ട. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ദിക്ർ ചൊല്ലിയാൽ മതി. സലാം വീട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ നോക്കണമെങ്കിൽ അങ്ങോട്ട് കൂടെ നോക്കിയാൽ മതി. ഇത് സലാം 2 ഭാഗത്തേക്കും വീട്ടിയിട്ട് 5 സൊഫിലുള്ള ഒരാളും ബാക്കിൽ മസ്ബൂക്കായി നിൽക്കുന്ന ഒരാളങ്ങോട്ട് നോക്കിയാൽ പേടിച്ചൂലേ? ഞാൻ എന്തേ തെറ്റ് ചെയ്ത്? എല്ലാവരും എന്താ എന്നെ തിരിഞ്ഞു നോക്കുന്നത്? അതേപോലൊരു സ്വഭാവമായി മാറിയതാണ്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു ലിസ്റ്റ് തന്നു എന്നോട്, ഉസ്താദ് ഇത് വാതിലൊന്ന് പറയണം, എന്ത് നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കരുത്. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാരോടും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ടിന് നിന്നിട്ട് ദിക്ർ എല്ലാം വേണ്ടി പറയണമെന്ന്. അപ്പൊ എന്താ സംഗതി എന്നറിയോ നിങ്ങള്? അയാൾ നിസ്കരിക്കാൻ വേണ്ടി അയാൾ വന്ന് 2-3 സമയത്ത് അയാൾ വന്നപ്പോ ഒരു റക്കാത്ത് അയാൾ മസ്ബൂക്കായി. എല്ലാ ആളുകളും കൂടി അയാൾ തിരിഞ്ഞു നോക്കി. അയാൾ പേടിച്ചു പോയി. ആകെ ആ പള്ളിയിലുള്ള മുഴുവൻ ആൾക്കാരും ഒരാളെ ശരീരത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അയാൾ ചിന്തിക്കൂല, എല്ലാരും എന്നെ നോക്കുന്നത്. സാധാരണ അർത്ഥത്തിൽ നമുക്കെന്നെ പേടിയല്ലേ? സഅദ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കരുത്, ഒരു ദിക്ർ ചൊല്ലിത്തരാ, ആ ദിക്ർ ചൊല്ലിയിട്ട് കുതിരകൾ അങ്ങോട്ട് പറത്തിച്ചോളൂ. എങ്ങനെ? കടലിന്റെ മുകളിലൂടെ അപ്പുറത്ത് നിൽക്കുന്ന സായുധരായ സൈന്യം, ഇവർ കുറഞ്ഞ ആൾക്കാരല്ലേ ഉള്ളൂ, അവരെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കിയിട്ട് ഈ കടലിലോ മറ്റൊക്കെ കുഴിച്ചുമൂടി പോകാന്ന് കരുതി കടലിന്റെ മുകളിലൂടെ പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോ ക്യാപ്റ്റൻ മുന്നോട്ട് നിന്നു. ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എല്ലാരും കൂടി ചൊല്ലി കടലിന്റെ മുകളിലൂടെ ഇങ്ങനെ വന്നപ്പോ മറ്റൊരു പറഞ്ഞു, മക്കളെ അത് മനുഷ്യരല്ല, അത് വേറെന്തോ ആൾക്കാരാണ്, ഓടിക്കോളി എന്ന് പറഞ്ഞു. സഅദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അപ്പുറത്തെത്തുമ്പോ ഒരു കുട്ടി അവിടെ ഇല്ല. ചെറുക്കാൻ വേണ്ടി വന്ന ശത്രുക്കളിൽ ഒരൊറ്റ ഒന്നുമില്ല, ഒക്കെ ഓടിയിട്ടുണ്ട്. ഈമാൻ നല്ല കരുത്തിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സഹോദരങ്ങളെ ആയുധം? അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഷർത്ത് നമ്മളോട് പറഞ്ഞത്, അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളാണ് ഏറ്റവും ഹൈ ലെവലിൽ, ഏറ്റവും ടോപ്പിൽ നിങ്ങളാ. പക്ഷെ ഒരൊറ്റ ഷർത്ത്, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ തികഞ്ഞ ഈമാനുള്ളവരാണെങ്കിൽ. ഒരു പേടിയും പേടിക്കേണ്ടതില്ല. കുറഞ്ഞ ആൾക്കാർ മതി, 2 ആളൊന്നും വേണ്ട, ഒറ്റ ആൾ തന്നെ മതി. ഈമാനുണ്ടോ, നല്ല ധൈര്യത്തിൽ ഈമാനോടെ നിൽക്കുന്നത് ഒന്നും സംഭവിക്കൂല. ഉറച്ച പോരാട്ടത്തിൽ നിൽക്കൂലേ? അതുകൊണ്ടല്ലേ സായുധനും നിരായുധനും തമ്മിലുള്ള ഈ ഒരു വിഭാഗത്തിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, 3 പേരും ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഉബൈദ റളിയല്ലാഹു അൻഹു പ്രായമുള്ള ആളാണ്. അപ്പുറത്ത് നേരിടാൻ വന്നിരിക്കുന്നത് വലീദാണ്, കുറച്ച് പ്രായമുള്ള ആളാണ്, മുശ്രിക്കുകളിൽപ്പെട്ട. ഇപ്പുറത്ത് ഉത്ബയും ഷൈബയും. അവരെ മുന്നിൽ നിൽക്കുന്ന അലി റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു ഉത്ബയെയും ഷൈബയെയും പെട്ടെന്നങ്ങ് നിലംപരിശാക്കി. അപ്പോഴേക്ക് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹുവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വെട്ടുകൊണ്ടു. ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് നിന്ന് ഉബൈദ റളിയല്ലാഹു അൻഹു സഹായിച്ചു. വലീദിന്റെ പണിയും തീർത്തു. അതാ ശൈത്താൻ ഒന്നുകൂടി അലറി വിളിക്കുന്നു, നിങ്ങൾ എന്തു നോക്കി നിൽക്കുകയാണ്? ഇപ്പൊ 3ഉം 1ഉം 4ആയി. അപ്പുറത്ത് ആരും ഷഹീദായിട്ടില്ല. ഉബൈദ റളിയല്ലാഹു അൻഹു താങ്ങി പിടിച്ച് ആ ടെന്റിലേക്ക്, പന്തലിലേക്ക് കൊണ്ടുപോയി വെച്ചു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിലേക്ക് ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ തല വെച്ചപ്പോ
ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ശുഹദാക്കളിൽ എണ്ണപ്പെടൂലേ? വഞ്ചിക്കളം വിട്ട് പിരിന്തോരല്ലേ, പൊലിവർ ഷഹീദാമാം അനാഫന്മാനേ, ഞാൻ ശുഹദാക്കളിൽ പെടൂല നബിയെ. അന്ത മിൻഹും, നിങ്ങൾ ശുഹദാക്കളിൽ പെട്ട ആളാണ്, വിഷമിക്കേണ്ടതില്ല. ഷഹാദത്തിന്റെ മധുരം അറിയുന്ന, അതിന്റെ മഹത്വം അറിയുന്ന ശുഹദാക്കൾ അവരേറ്റവും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് അലി റളിയല്ലാഹു അൻഹു ഈ ദ്വന്ദ്വയുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സഹോദരങ്ങളെ പന്തലിന്റെ ഉള്ളിൽ വന്നു നോക്കുന്നു തങ്ങളോട് വിഷയങ്ങളൊക്കെ പറയാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലാണ്, സുജൂദിലാണ്. ആ സുജൂദിൽ കുറെ നേരം തല വെച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു ഒന്ന് കാതടുപ്പിച്ചു വെച്ച് നോക്കി. ആ സുജൂദിൽ വെച്ച് തങ്ങൾ അധികം ചൊല്ലുന്നത് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, അധികം അധികം ആ ദിക്ർ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് ശൈത്താൻ അതാ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഇനി തോൽപ്പിക്കാൻ അവർ തയ്യാറായാൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കരുത്. കൂട്ടമായിട്ട് മുശ്രിക്കുകൾ ഇങ്ങോട്ട് വരികയാണ്. ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈ വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ്. നിസ്കാരത്തിൽ നിന്ന് അത്തഹിയാത്തിലിരുന്ന് സലാം വീട്ടിയിട്ട് തങ്ങൾ മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഖദ് ജാഅത്തിൽ ബുശ്റാ, ഖദ് ജാഅത്തിൽ ബുശ്റാ, സന്തോഷം വന്നെത്തിക്കഴിഞ്ഞു, സന്തോഷം വന്നെത്തിക്കഴിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം പതാകയും പിടിച്ച്, മീകായിൽ അലൈഹിസ്സലാം പതാകയും പിടിച്ചു വരുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ആർക്കും നൽകാത്തൊരു സഹായം, അതാ ഞാൻ പറഞ്ഞത് ബദരീങ്ങൾക്ക് നൽകിയ സഹായം മലക്കുകളെ കൊണ്ടുള്ള സഹായം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, മുൻഗാമികളായ നബിമാർക്കൊക്കെ അവരുടെ ജനത എതിരായി പ്രവർത്തിച്ചപ്പോ ആ നബിമാരെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകൾ ഇറക്കി കൊടുത്തു. ഇല്ലാ വമാ അൻസൽനാ ഉദു യാസീൻ വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു കൊന്ന സമൂഹം, ആ സമൂഹത്തിനെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു മലക്കുകളെ ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ ശിക്ഷിക്കാൻ മലക്കുകൾ ഇറക്കുന്ന പതിവും ഇല്ല. പക്ഷേ ആ പതിവ് അല്ലാഹു തആല തെറ്റിച്ച് വലിയ ആദരവ് നൽകിയത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം നൽകുന്ന അടങ്ങുന്ന ബദരീങ്ങൾക്കാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത്, അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ എന്നോട് സഹായം ചോദിച്ച് എന്റെ വിഷയങ്ങൾ നിങ്ങൾ എന്നോട് എന്റെ ദീനിന് വേണ്ടി സഹായം ചോദിച്ചപ്പോ ഞാൻ നിങ്ങളോട് ചെയ്ത വാഗ്ദാനം എന്താണ്? അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായിക, 1000 മലക്കുകളെ തുടരെ തുടരെ തന്ന് ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പതാക പിടിച്ചിട്ട് വരുന്ന മലക്കുകൾ കൂട്ടം കൂട്ടമായി വരുന്നു. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു നശിപ്പിച്ചു, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ചു, അതുപോലെ തന്നെ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ചു. എങ്ങനെയാ നശിപ്പിച്ചത്? ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു കൊന്ന നാട്ടുകാരെയും ഒരൊറ്റ അട്ടഹാസം കൊണ്ടാണ് അല്ലാഹു നശിപ്പിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ഭാഗത്ത് നിന്ന് ഒരൊറ്റ ഒച്ച വെക്കും, അതോടെ ഫഇദാ ഹും ഖാമിദൂൻ. ഒന്ന് ചലിക്കാൻ പോലും അല്ലാഹു അവസരം കൊടുക്കാതെ അവര് നിശ്ചലരായി മാറി. ഖാമിദൂൻ, ഹമദ എന്നൊക്കെ പറഞ്ഞാൽ തീ കെട്ടുപോകുന്നതിനാണ് ശരിക്കും ഹമദ എന്ന് പറയാം. ഒന്ന് കാലൊന്ന് ചലിപ്പിക്കാൻ പോലും അവസരം കൊടുക്കാതെ ഒറ്റയടിക്ക് അല്ലാഹു തആല പണിയാക്കി കളഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു അട്ടഹാസം. അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറകുകൊണ്ട് ഒന്നിങ്ങനെ മറിച്ചിടുക,
ആ മർച്ചിലാണ് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനതയെ നശിപ്പിച്ചത്. മലക്കുകളെ മൊത്തിറക്കിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആയിരക്കണക്കിന് മലക്കുകൾ ധാരാളം ഇറക്കി. ഒന്നുതാ മുന്നോട്ട് ഇരുന്ന് കൊടുത്താൽ മതി, ഇവിടൊക്കെ സൗകര്യം ഉണ്ടല്ലോ, നല്ല മറ കിട്ടി, ഒന്നൊന്ന് മുന്നോട്ട് കയറി ഇരുന്ന് കൊടുത്താൽ മതി. ആ മുന്നിലെ കസേരയിലേക്ക് ഇരുന്ന് കൊടുത്താൽ മതി, അപ്പൊ ബാക്കിയുള്ളവർ മുന്നിലേക്ക് കയറി ഇരുന്നോളൂ, സൗകര്യം. നല്ല സഹായം അല്ലാഹു തആല നൽകിയിട്ട്, മലക്കുകളെ കൊണ്ട് സഹായം നൽകിയിട്ട്, സഹായിക്കുന്ന ഘട്ടത്തിൽ മലക്കുകൾ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഘട്ടത്തിൽ അപ്പുറത്ത് നിന്ന് മുശ്രിക്കുകളുടെ പടയെ നയിക്കുന്ന ക്യാപ്റ്റനായ ശൈത്താൻ, സുറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷത്തിലാണ് ശൈത്താൻ വന്നിരിക്കുന്നത്. സുറാഖത്ത് ബിൻ മാലിക് അന്ന് മുശ്രിക്കുകളൊപ്പമാണ്, പക്ഷെ അദ്ദേഹം യുദ്ധത്തിന് വന്നിട്ടില്ല. അദ്ദേഹം മക്കയിലാണുള്ളത്, സുറാഖത്ത് ബിൻ മാലിക്. ആ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ വേഷത്തിൽ വന്ന ഇബിലീസ് പറഞ്ഞു, നകസ അലാ അഖിബൈഹി, രണ്ട് സംഘങ്ങളും ഇങ്ങ് പോരാട്ടം തുടങ്ങാൻ നേരത്ത് അവൻ പിറകോട്ടടിച്ചു. നകസ അലാ അഖിബൈഹി, റിവേഴ്സ് അടിക്കുകയാണ്, പിറകോട്ട്. എന്നിട്ട് പറയുന്നു, ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്തത് പലതും ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു. അവൻ പിറകോട്ട് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ മാറുമ്പോ അബൂജഹലൊന്നും ഇങ്ങനെ പിടിച്ചു. അബൂജഹൽ പിടിച്ചാൽ ശ്വാസം മുട്ടിപ്പോവും, അവൻ അത്രയും വലിയ ഹൈറ്റും വെയിറ്റും ഉണ്ട് അബൂജഹൽ എന്ന സാധനം. ഒന്നിങ്ങനെ പിടിച്ചപ്പോ അബൂജഹലിനെ മർമ്മം നോക്കി കൊടുത്തു, ഇടി. ഇബ്ലീസ് ഇടിച്ചു, മരണത്തെ പേടിച്ചുള്ള ഇടിയാണ്. ഇടിച്ചപ്പോ ഇടിന്റെ സ്ട്രോങ് കൊണ്ട് വിട്ടു, അടുത്ത ആളും പിടിച്ചു, അടുത്ത ആൾ ഇടിച്ചു, പിടിച്ചവരെ മുഴുവൻ ഇടിച്ചു. അങ്ങനെ ഒരു ഓട്ടം ഓടി. അതാണ് ബദറിൽ ഇബ്ലീസ് ഓടിയറി എന്ന് പറഞ്ഞത്. അത് വല്ലാത്തൊരു ഓട്ടാണ്, മരണത്തെ പേടിച്ചുള്ള ഓട്ടല്ലേ. അത് ഏറ്റവും നല്ല ഉദാഹരണം പറയാൻ പറ്റിയ ഉദാഹരണമാണ്. അതാണ് പേമക്കാരത് അങ്ങനെ പറഞ്ഞത്, ബദറിൽ ഇബ്ലീസ് ഓടിയറിയും. അത് അത്ര പേടിച്ചൊരു ഓടിയ ആള് ചരിത്രത്തിൽ വേറില്ല, ഇല്ല. അവിടെ ഒരു സെക്കൻഡ് കൂടി നിന്നിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞില്ല. അലക്കുകളല്ലേ വരുന്നത്. ഈ വരവ് ഇങ്ങനെ കണ്ടിട്ടാണ് അവൻ പറഞ്ഞത്, ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട്, ഞാൻ പോകാണ്. ലാസ്റ്റ് പിടുത്തം വിട്ടു പോകുമ്പോ അവനോട് ബാക്കിയുള്ള ബാക്കുന്ന ഒരു ടീം പറഞ്ഞു, സുറാഖ, ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് മക്കത്തെ കണ്ട് വരട്ടെ, നിന്നെ കാണിച്ചു തരാം. ഇവർ ഈ ഇവിടുത്തെ ബദർത്തെ സംഗതിയൊക്കെ കഴിഞ്ഞ് മക്കത്തെത്തി സുറാഖത്ത് ബിൻ മാലിക്കിന് പെരടിയാണ് പിടിച്ചു. ഞങ്ങൾക്ക് നേതാവായി വന്ന് നേതൃത്വം നൽകിയിട്ട് ഞങ്ങളെ പറ്റിച്ചു പോകുന്ന ആളല്ലേ സുറാഖത്ത് ബിൻ മാലിക്. ഞാനും ബദറിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല നീ തന്നെ? അപ്പൊ എല്ലാരും പറഞ്ഞു നീ തന്നെ. ഞാനോ? ഭാര്യയോട് ചോദിക്കും, ഭാര്യ ആളിവിടെ ഉണ്ടായിരുന്നു, എടുക്കും പറ്റില്ലായിരുന്നു. മക്കള് പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ട ആള് മാറിപ്പോയി. കാണാരാ? ആള് ഷെയ്ത്താനാണ്. ഷെയ്ത്താൻ ആ വേഷത്തിലല്ലേ വന്ന്, അതല്ലേ പറ്റിച്ചത്. ആ ഷെയ്ത്താന്റെ നിർദ്ദേശത്തിനല്ലേ ആ അബൂജഹലും കൂട്ടരൊക്കെ പിന്താങ്ങിയത്. അബൂജഹലിന്റെ ആ ഹുങ്കിന് അല്ലാഹു തആല കൊടുത്തൊരു മറുപടിയാണ് സഹോദരങ്ങളെ. കുറഞ്ഞ നേരം കൊണ്ട്, മണിക്കൂർ കണക്കിനൊന്നുമില്ല, കുറഞ്ഞ നേരത്തെ പോരാട്ടമാണ് പിന്നെ നടന്നത്. ആ പോരാട്ടം ഒരു സംഭവ ബഹുലം തന്നെയാണ്, ചെറുതൊന്നല്ല. തടവിലാക്കുന്ന ഘട്ടം വരെ, ലാസ്റ്റ് ഘട്ടം വരെ പലരും ഉണ്ട്. അബ്ബാസ് റളിയല്ലാഹുവിനെ തടവിലാക്കിയത് ആരാന്നുള്ളതിൽ പിന്നീട് സംശയം വന്നപ്പോ അബ്ബാസ് റളിയല്ലാഹുവിന് പറഞ്ഞു, എന്നെ തടവിലാക്കിയാളെ ഞാനിവിടെ നോക്കിയിട്ട് കാണുന്നില്ല. ഒരു സഹാബി പറഞ്ഞു, നബിയെ ഞാനാ തടവിലാക്കിയത്. ഇദ്ദേഹമൊന്നുമല്ല എന്നെ തടവിലാക്കിയത്, വേറെ കാണാൻ നല്ല ഒരു ഐശ്വര്യമുള്ള നല്ല സന്തോഷമുള്ള ഒരു മുഖാണ്. ഇവിടെ ആര്? മലക്കുകളാണ്. അപ്പൊ ഞാനാണ് എന്ന് വന്ന് പറഞ്ഞ സഹാബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്, പക്ഷെ നിങ്ങൾ അല്ലാഹു മലക്കുകൾ വെച്ച് സഹായിച്ചു.